നമസ്കാരം. പെരിയാറിൻ തീരത്തെ നീലക്കൊടുവേലിയുടെ അടുത്ത കഥയാണ് ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇതൊരു കഥ മാത്രമല്ല, ഇത് എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ബഹുലമായ സംഭവം തന്നെയാണ്. ഞാനും അച്ഛനും അമ്മയും അനിയനും അനിയത്തിയുമൊക്കെ അടങ്ങുന്ന ഞങ്ങളുടെ ചെറിയ കുടുംബത്തിൽ നടന്ന ഒരു രസകരമായ സംഭവം. അത് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നു. എൻ്റെ ചെറുപ്രായത്തിൽ ആരോഗ്യവാനായ ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ. അച്ഛനൊരു കൂലിപ്പണിക്കാരനാണ്. പകലന്തിയോളം പണിയെടുത്ത് വീട്ടിലേക്ക് എത്തുന്ന എൻ്റെ അച്ഛൻ. എൻ്റെ ചെറുപ്രായത്തിൽ അച്ഛൻ ഒരു മദ്യപിക്കാത്ത ഒരാളായിരുന്നു. വളരെ ആരോഗ്യവാനായ ഒരാളായിരുന്നു അച്ഛൻ. പിന്നീട് എപ്പോഴോ അച്ഛൻ മദ്യപാനത്തിലേക്ക് മാറുകയായിരുന്നു. ഈ മദ്യപാനം വീട്ടിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ സഹോദരങ്ങളും അമ്മയും ഞാനും ചേർന്ന് അച്ഛനെ ഒന്ന് ഉപദേശിച്ച് നേരെയാക്കാൻ തീരുമാനിച്ചു. ആ അച്ഛനെ ഉപദേശിക്കാനുള്ള ചുമതല എന്നെയാണ് ഏൽപ്പിച്ചത്. അച്ഛനെ ഉപദേശിക്കാനുള്ള ചോദ്യങ്ങളുമായി ഞാൻ അച്ഛനെയും കാത്തിരുന്നു. വൈകിട്ട് ഒരു 5 മണിയായ സമയത്ത് അച്ഛൻ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. ഞാൻ ഒരു കസേര വലിച്ചിട്ട് അതിലിരുന്നതിന് ശേഷം അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അനിയനും അനിയത്തിയും കൂടെ അമ്മയും നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഉപദേശത്തിൻ്റെ പല ഭാവങ്ങളും അച്ഛന് മുമ്പിൽ തുറന്നു വെച്ചു. ഉപദേശത്തിൻ്റെ വലിയൊരു കെട്ട് അച്ഛൻ്റെ മുമ്പിലേക്ക് അഴിച്ചിട്ട ഒരു നിമിഷം അച്ഛൻ ഇതെല്ലാം കേട്ട് പുറകിൽ കയ്യും കെട്ടി എന്നെ അനുസരിച്ച് അനുസരണയോടെ മുന്നിൽ നിന്നു. ഞാൻ ഉപദേശത്തിൻ്റെ ഓരോരോ അമ്പുകൾ അച്ഛന് നേർക്ക് എറിഞ്ഞുകൊണ്ടിരുന്നു. ഇതൊന്നും കേട്ട് പ്രതികരിക്കാൻ പറ്റാതെ അച്ഛൻ തലയും കുമ്പിട്ട് നോക്കി നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ എൻ്റെ ഉപദേശം കേട്ട് തല കുമ്പിട്ട് നിൽക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. എങ്കിലും എൻ്റെ ഉപദേശത്തിൻ്റെ ചോദ്യങ്ങളും എല്ലാം അവസാനിപ്പിച്ച സ്ഥിതിക്ക് അച്ഛനെ ഒരു ഉപദേശം നൽകി ഈ പരിപാടി അവസാനിപ്പിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ അറിയോ, അച്ഛനെ ഈ കുടിച്ചു നശിപ്പിച്ച കാശുണ്ടായിരുന്നെങ്കിൽ അച്ഛനൊരു ബെൻസ് കാറ് വാങ്ങാമായിരുന്നു. ഇത് കേട്ട് അച്ഛൻ തല ഉയർത്തിക്കൊണ്ട് കൈ നീട്ടിക്കൊണ്ട് എന്നോട് ചോദിച്ചു, ഞാനൊരു കുടിയനാണ്, നീ കുടിക്കുന്നില്ലല്ലോ, നിൻ്റെ ബെൻസ് കാറിൻ്റെ താക്കോൽ എനിക്കിതാ, ഞാനൊന്ന് ഓടിച്ചു നോക്കട്ടെ എന്നായിരുന്നു ആ ചോദ്യം. ഇത് കേട്ടതും എനിക്ക് മറുപടി പറയാൻ അറിയാതെ ഞാൻ കുഴഞ്ഞു നിൽക്കുകയായിരുന്നു. കൂട്ടത്തിലുള്ളവരെല്ലാം എന്ത് പറയണമെന്നറിയാതെ നോക്കി നിന്നു. ചിലവരുടെ വായിൽ നിന്നും ചിരി പൊട്ടിയ നിമിഷം. അച്ഛൻ ഇതെല്ലാം പറഞ്ഞ ശേഷം ഒരു മൂളിപ്പാട്ടും പാടി വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അപ്പോഴും ഞാൻ അച്ഛനെ പറഞ്ഞു തോൽപ്പിക്കാനുള്ള വാക്കുകൾ തേടി അലയുകയായിരുന്നു. അതിനുശേഷം അച്ഛനെ ഒരു ഉപദേശത്തിലൂടെ നേരെയാക്കാൻ ഞാൻ എന്നെ വരെ ശ്രമിച്ചിട്ടില്ലായിരുന്നു. ഇതിനുശേഷം ഞാൻ മലയാള സിനിമയിൽ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത് സിനിമ എന്ന മോഹവുമായി നടക്കുന്ന ഒരു കാലം. 2 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ വീട്ടിലേക്ക് വന്നു കയറുന്നൊരു സമയത്ത് ഇറയത്ത് ഒരു കസേരയിൽ നിന്നും അച്ഛൻ ഇറങ്ങിപ്പോകാൻ തയ്യാറായി നിൽക്കുന്നൊരു സമയമായിരുന്നത്. ഞാൻ കയറി ചെല്ലുന്നത് കണ്ടപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, എന്തായി നിൻ്റെ സിനിമയുടെ കാര്യം? ഇത് കേട്ട് സന്തോഷമടക്കാനാവാതെ ഞാൻ പറഞ്ഞു, ഉടൻ തന്നെ പടമാകും അച്ഛാ. ഇത് കേട്ടതും അച്ഛൻ, എല്ലാവരും പടമാകാനുള്ളതാണ്, ഈ നീയും ഞാനും ഒക്കെ പടമാകും എന്ന് പറഞ്ഞ് ഒരു നാടൻ പാട്ടും പാടി അച്ഛൻ മുറ്റത്തേക്കിറങ്ങി നടന്നു. എൻ്റെ അണ്ണാക്കിൽ തിരിവെട്ടി. അച്ഛനെ പറഞ്ഞു തോൽപ്പിക്കാനുള്ള വാക്കുകൾ തേടി ഞാൻ അലയുമ്പോഴും അച്ഛൻ മുറ്റത്തിൻ്റെ ഇടവഴിയും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയിരുന്നു. അപ്പോഴും ജവാൻ മദ്യത്തിൻ്റെ ഗന്ധം ആ പരിസരത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഗന്ധം എൻ്റെ മൂക്കിലേക്കും തുളച്ചു കയറിയിരുന്നു. ഇടയ്ക്ക് അച്ഛനെ ഓർക്കും, അച്ഛൻ്റെ ഈ പഴയ കൗണ്ടറുകൾ ഓർക്കും. ആ കൗണ്ടറുകൾക്ക് പകരം പറയാനോ ഇനി ആ കൗണ്ടറുകൾ എന്നോട് തുറന്നു പറയാനോ അച്ഛനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. കോപ്പർ കോയിൻ്റെ അടുത്ത എപ്പിസോഡിൽ ഇതുപോലുള്ള ചെറിയ കഥകളുമായി നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എത്തും. അതുവരേക്കും നമസ്കാരം.